കരുത്തുകൂട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. പാകിസ്ഥാന്റെ വെല്ലുവിളിക്ക് തിരിച്ചടിയായും ആഗോള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ ദിനംപ്രതി ശക്തിപ്പെടുത്തുകയാണ് രാജ്യം. ഇപ്പോഴത്തെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഫ്രാൻസിൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. 114 പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ ഫ്രാൻസിന് ഔദ്യോഗിക നിർദ്ദേശം സമർപ്പിച്ചു കഴിഞ്ഞു. വില, ഉൽപാദനശേഷി, ലോജിസ്റ്റിക് തുടങ്ങിയ കാര്യങ്ങളിൽ വരും മാസങ്ങളിൽ ഫ്രാൻസ് മറുപടി നൽകും. അടുത്ത 1 വർഷത്തിനുള്ളിൽ ഈ കരാർ പൂർണ്ണ രൂപത്തിലാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഈ സന്ദർശനം വെറും ചടങ്ങുകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് നിർണായകമായ പ്രതിരോധ ചർച്ചകൾക്കായാണ്. റഫാൽ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ മിസൈലുകൾ നിർമ്മിക്കുന്ന MBDA തുടങ്ങിയ കമ്പനികളുമായി വ്യോമസേനാ മേധാവി ചർച്ച നടത്തും. വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുക, സാങ്കേതിക സഹകരണം, ഇന്ത്യൻ ആയുധങ്ങൾ വിമാനവുമായി സംയോജിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും എന്നതാണ്. 114 വിമാനങ്ങളിൽ 94 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ളവ ഫ്രാൻസിൽ നിന്നും നേരിട്ട് എത്തിക്കും. പ്രതിരോധ മന്ത്രാലയം ഈ പദ്ധതിയിൽ 50% തദ്ദേശീയവൽക്കരണമാണ് ആഗ്രഹിക്കുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയൊരു കുതിപ്പേകും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 42 സ്ക്വാഡ്രണുകളാണ് വേണ്ടത്. എന്നാൽ 29 എണ്ണം മാത്രമേ ഉള്ളൂ. MiG-21 പോലുള്ള പഴയ വിമാനങ്ങൾ ഒഴിവാക്കിയതോടെ ഈ കുറവ് രൂക്ഷമായി. നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള 36 റഫേലുകൾ അംബാല, ഹാഷിമാര വ്യോമത്താവളങ്ങളിൽ സജ്ജമാണ്. ഇതിനകം തന്നെ പൈലറ്റുമാർക്ക് റഫാൽ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളത് പുതിയ വിമാനങ്ങൾ സേനയിൽ ഉൾപ്പെടുത്തുന്നത് എളുപ്പമാക്കും. ഈ 114 വിമാനങ്ങളുടെ കരാർ കൂടി യാഥാർത്ഥ്യമായാൽ നാവികസേനയ്ക്കായി വാങ്ങിയ 26 റഫാൽ വിമാനങ്ങൾ ഉൾപ്പെടെ മൊത്തം 176 റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകും. ഇത് ചൈന, പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യയുടെ വ്യോമശക്തിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൂൺ മാസത്തിലെ ഫ്രാൻസ് സന്ദർശനത്തിൽ ഈ കരാർ സംബന്ധിച്ച കൂടുതൽ വ്യക്തത വന്നേക്കുമെന്നും സൂചനകളുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പിൽ റഫേലിന്റെ പ്രാധാന്യം നിഷേധിക്കാനാവാത്തതാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ 36 വിമാനങ്ങളുണ്ട്. 2020 മുതൽ അംബാല, ഹസ്മാര തുടങ്ങിയ തന്ത്രപരമായ നിർണായകമായ താവളങ്ങളിൽ ഇവ വിന്യസിക്കപ്പെടുന്നു. ഈ വിന്യാസങ്ങൾ ആകസ്മികമല്ല. ഇന്ത്യയുടെ ഇരട്ട മുന്നണി വെല്ലുവിളിയെ നേരിടുന്നതിൽ വിമാനത്തിന്റെ പങ്ക് അവ പ്രതിഫലിപ്പിക്കുന്നു. പാകിസ്ഥാനുമായുള്ള നിയന്ത്രണ രേഖയിലും ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലും സംഘർഷങ്ങൾ അസ്ഥിരമായി തുടരുന്നതിനാൽ വ്യോമ മേധാവിത്വം, ആഴത്തിലുള്ള ആക്രമണം, രഹസ്യാന്വേഷണം, ഇലക്ട്രോണിക് യുദ്ധം എന്നിങ്ങനെ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ പങ്കാളിത്തം ഈ സന്തുലിത പ്രവർത്തനത്തിന് അനുകൂലമായ ഒരു ചട്ടക്കൂട് നൽകുന്നു. ഇന്ത്യയുടെ മറ്റ് പല പ്രധാന പ്രതിരോധ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന ഉയർന്ന അളവിലുള്ള വിശ്വാസവും പ്രവചനാതീതയും ഇതിന് അടിത്തറയിടുന്നു. സമയബന്ധിതമായ ഡെലിവറികൾ, രാഷ്ട്രീയമായി പ്രേരിതമായ തടസ്സങ്ങളുടെ അഭാവം എന്നിവയിൽ അടയാളപ്പെടുത്തിയ ഒരു വിതരണക്കാരൻ എന്ന നിലയിൽ ഫ്രാൻസിന്റെ ട്രാക്ക് റെക്കോർഡ് ഈ ധാരണയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ പങ്കിടലിലും അന്തിമ ഉപയോഗ സാഹചര്യങ്ങളിലുമുള്ള പാരീസിന്റെ സമീപനവും ഒരുപോലെ പ്രധാനമാണ്. ഇത് മറ്റ് പാശ്ചാത്യ പങ്കാളികളെക്കാൾ പൊതുവെ കൂടുതൽ വഴക്കമുള്ളതാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം 2026 ഫെബ്രുവരി 17 മുതൽ 19 വരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവിടെ ശ്രദ്ധേയമായത് കേവലം ഇടപെടലിന്റെ വിശാലത മാത്രമല്ല, അതിനടിസ്ഥാനമായ ലക്ഷ്യത്തിന്റെ വ്യക്തതയുമായിരുന്നു. ഉച്ചകോടിയുടെ ദൃശ്യ തീവ്രത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപാക്ട്, ഉച്ചകോടിയിലെ പങ്കാളിത്തം, 2026 ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ തുടക്കം എന്നിവയെല്ലാം പ്രധാനമായിരുന്നു. എന്നിരുന്നാലും ഈ പ്രധാന നിമിഷങ്ങൾക്ക് കീഴിൽ ആഴത്തിലുള്ള തന്ത്രപരമായ പുനഃക്രമീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല, തന്ത്രപരവും സാങ്കേതികവുമായ സഹകരണത്തിന്റെ വിശാലമായ മേഖലയിലേക്ക് വ്യാപിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ബന്ധങ്ങളിലൊന്നായി ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.